ഹായ്, എല്ലാവർക്കും വ്യൂസ് ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. വി കെയർ, വി ലിസൺ ആൻഡ് വി ഫോർ യു. ഐ ആം അഞ്ജു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫോബിയ ഒന്നുമല്ല. ഇന്ന് നമുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലത്തെക്കുറിച്ചും അത് അമിതമായാൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയെക്കുറിച്ചുമാണ്. എന്താണ് ശീലം? നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ, തലവേദന, കാലുവേദന, മുട്ടുവേദന, അങ്ങനെ എന്തെങ്കിലും വയറുവേദന, എന്തെങ്കിലും ഒരു രോഗാവസ്ഥ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ നേരെ ഫോൺ എടുക്കുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ ഒരു അസുഖം പറയും, അല്ലെങ്കിൽ ഗൂഗിളിൽ അതിനുള്ള നമ്മൾ ചിലർ യൂട്യൂബിലൊക്കെ നോക്കാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പല്ലുവേദന വന്നാൽ എന്താ ചെയ്യുക, അല്ലെ വയറുവേദന പെട്ടെന്ന് ഇല്ലാതാക്കാൻ എന്താ ചെയ്യുക. ചിലപ്പം അതിലൊരു സഡൻ ഒരു റിലീഫ് കിട്ടുന്നത് നമ്മൾ ചെയ്തിട്ട് ഡോക്ടറെ അടുത്ത് പോകാറാണ് പതിവ്. ചിലരിത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. കാരണം അതിൽ പറയുന്ന പല രോഗങ്ങൾക്കും ഈ സിംറ്റംസ് എല്ലാം ഉണ്ടാവും. അപ്പം എനിക്ക് ഇന്ന രോഗമാണെന്ന് പേടിച്ച് ടെൻഷൻ അടിക്കും. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയും, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയും. അപ്പോൾ അവർ പറയും പേടിക്കേണ്ട, ഒരു ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണും, ടെസ്റ്റ് ചെയ്യും, നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കും. പക്ഷേ ചിലർ അങ്ങനെയല്ല. അവർ ഇതിന് അഡിക്റ്റാണ്. അവർ നേരെ ഈ രോഗാവസ്ഥ കാണുകയും അതിൽ ഗൂഗിൾ പറയുന്ന മരുന്ന് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കൂടെ കണ്ടുപിടിക്കുന്ന മരുന്ന് സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുകയും അത് കഴിക്കുകയും ചെയ്യും. പ്രശ്നം വഷളാവും. ഡോക്ടറെ അടുത്ത് ചെല്ലും. ഡോക്ടർ പറയുന്നത് ഇവർ വിശ്വസിക്കാൻ തയ്യാറാവില്ല. ഡോക്ടറോട് ഇവരെന്താ പറയുന്നത്? എനിക്ക് ഇന്ന രോഗാവസ്ഥയാണുള്ളത്, എനിക്ക് ഇന്ന അസുഖമാണ്, ഞാൻ ഇന്ന മരുന്ന് കഴിച്ചു, ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളൂ. അങ്ങനെ അവസ്ഥ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം രോഗിയെ നമുക്ക് ഈ അസുഖം, അതായത് ഈ ഒരു ഡിപ്പെൻഡൻസി, ഈ ഗൂഗിൾ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഈ ഒരു അവസ്ഥയെ മാറ്റേണ്ടി വരും. ഈ രോഗത്തിന് പറയുന്ന പേരാണ് ഇഡിയറ്റ് സിൻഡ്രം, അല്ലെങ്കിൽ സൈബർ കോൺട്രി എന്ന് ഇതിനെ അറിയപ്പെടും. എന്താണ് ഇഡിയറ്റ് സിൻഡ്രം എന്നല്ലേ? ഇൻ്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫോർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ്. പേര് കേട്ട് പേടിക്കേണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇതിന് അഡിക്റ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഓക്കെ, പുതിയൊരു അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്